Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. നമ്മുടെ ജീവിതത്തിൽ പുതിയത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. When we speak about something new in our life, it is very important. ആമേൻ. ഒരു പുതിയ വർഷം, A new year, ഒരു പുതിയ കാൽവെപ്പ്, a new step, ഒരു പുതിയ അനുഭവം, a new experience. പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം അത് ഉള്ളിൽ നിന്നുള്ള മാറ്റമാണ്. The influence of the Holy Spirit brings a change from within. നമ്മളെ പുതിയതാക്കി മാറ്റുന്നതാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit makes us something new. അപ്പോസ്തല പ്രവൃത്തി 2:1 പഠിക്കുമ്പോൾ When we study the book of Acts chapter 2 verses 1, പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം അപ്പോസ്തല പ്രവൃത്തി 2:1 മുതൽ 4 വരെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. so when we study the book of Acts chapter 2 verses 1 till 4, we can learn about the influence of the Holy Spirit. ഒരു കഴിവുമില്ലാതിരുന്ന ശിഷ്യന്മാർ, The disciples that were not at all able to do anything, അവർ അപ്പർ റൂമിൽ മാളികമുറിയിൽ കയറിയപ്പോൾ as they got into the upper room, പരിശുദ്ധാത്മാവിന്റെ ടച്ചിങ് അവരുടെ മേൽ വന്നപ്പോൾ, or when the touch of the Holy Spirit came upon them, പരിശുദ്ധാത്മാവ് അവരെ ഇൻഫ്ലുവൻസ് ചെലുത്തിയപ്പോൾ, or when the Holy Spirit influenced them, അവരാള് മാറി. their characters changed. അവരുടെ പ്രസംഗം പവർഫുൾ ആയി. Their preaching was very powerful. ഹല്ലേലൂയ. ആ പവർഫുൾ ആയ പ്രസംഗം, The preaching that was made powerful ആകർഷണമായി. was very attractive. ഒന്നിനോടും ആകർഷണമില്ലാത്ത മനുഷ്യർ, Or the people that were unattracted to anything, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പ്രസംഗം കേട്ടപ്പോൾ as they heard the preaching in the Holy Spirit, അവരെല്ലാം ഓടിക്കൂടി, and they all gathered together, അവരെല്ലാം ശ്രദ്ധിച്ചു, and they all listened attentively. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സ്വാധീനം ചെലുത്തി. The Holy Spirit influenced their hearts, അവരുടെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിച്ചു. and there was changes brought about in their hearts. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും. The Holy Spirit will bring changes in our lives, അവർ പോയ ഇടങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായി. and wherever they went, there was a changes brought about. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം നിങ്ങൾ തിരിച്ചറിയാൻ പോകും. Oh, you are going to realize the influence of the Holy Spirit in your life. The influence of the Holy Spirit brings a change within oneself. ഓ, പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ അകത്തളങ്ങളിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആമേൻ. അതുപോലെ നമുക്ക് കാണാൻ നമ്മുടെ അന്തരാത്മാവിന്റെ സ്വാധീനം നമ്മുടെ അന്തരാത്മാവിൽ നിന്നാണ് തുടങ്ങുന്നത്. Oh, the influence of the Holy Spirit starts from within oneself. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, In a believer's life, പരിശുദ്ധാത്മാവ് ചെലുത്തുന്ന സ്വാധീനത്തെ നമുക്ക് കാണുവാൻ കഴിയും. we can see the influence made by the Holy Spirit in their lives. നമ്പർ 1, രൂപാന്തരപ്പെടുത്തുന്ന സ്വാധീനം. The influence that brings transformation. പരിശുദ്ധാത്മാവ് നമ്മെ സ്വാധീനിക്കുമ്പോൾ, As the Holy Spirit influences us, നമ്മുടെ സ്വഭാവം മാറുന്നു. our characters change. ഇങ്ങനെയാണ് ആത്മാവിന്റെ ഫലം നമ്മളിൽ നിറഞ്ഞു വരുന്നത്. That's how we bear the fruit of the Spirit within us. Transforming influence. ഓ, രൂപാന്തരപ്പെടുത്തുന്ന സ്വാധീനം. ആമേൻ. രൂപാന്തരത്തെ കൊണ്ടുവന്ന സ്വാധീന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit is the power that brings transformation. ആമേൻ. The Holy Spirit resources the power. Oh, the Holy Spirit is the resource that brings about the power of God. പരിശുദ്ധാത്മാവിന്റെ ഉറവിടമാണ്. Oh, the Holy Spirit is the source of that power. അത് ബലത്തെ കൊണ്ടുവരുന്നു. It brings strength and power. അത് ശക്തിയെ കൊണ്ടുവരും. It brings strength. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. I am going to pray for you. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകും. Oh, your life is going to turn around. ഒരു വലിയ അനുഭവം നിങ്ങൾക്ക് സംഭവിക്കും. Oh, you are going to receive a new experience. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. I'm going to pray for you. ഓ കർത്താവേ, അങ്ങയുടെ മഹിമയ്ക്ക് നന്ദി. Oh Lord, we thank you for your glory. അങ്ങയുടെ പ്രവൃത്തിക്കായി നന്ദി. Lord, I thank you for your work. അങ്ങയുടെ ഉറവിടങ്ങൾക്കായി നന്ദി. Lord, I thank you for the resources that you've given us. ഈ ജനത്തെ അങ്ങ് തൊടണമേ. Lord, right now touch these people. അങ്ങയുടെ പ്രവൃത്തിക്കായി നന്ദി. Lord, I thank you for your work. ഈ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിനായി നന്ദി. Lord, we thank you for the influence of the Holy Spirit. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you, love you. പുതിയ വർഷത്തേക്ക് കയറാൻ പോകുന്നു. ഒരു സന്തോഷത്തോടെ, ഒരു ആനന്ദത്തോടെ,
ഒരു ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് മുന്നേറാം. God bless you. God bless you. I love you. As we're stepping into this new year, let's step into this year with great joy and rejoicing in our hearts. God bless you.